എല്ലാവർക്കും നമസ്കാരം. ശ്രീമതി ആശ ലോറൻസ് എന്ന മകളുടെ പിതാവ് വേർപെട്ടതിന് ശേഷമുള്ള ദുഃഖാവസ്ഥയും സാഹചര്യങ്ങളും കേരളത്തിലെ എല്ലാ അമ്മമാരെയും സ്ത്രീകളെയും വേദനിപ്പിക്കുന്നുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം മരണം എന്ന വേർപാട് നൽകുന്ന ആ ഒരു ശൂന്യത അത് അനുഭവിച്ചിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാകും, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ആശ്രയം തന്നെയാണ് പിതാവ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പിതാവിൻ്റെ നഷ്ടം, അതുകൂടാതെ ആ പിതാവിൻ്റെ അന്ത്യകാലത്ത് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന അനുഭവങ്ങൾ, അന്ത്യകാലത്ത് എത്ര തന്നെ പിണക്കമാണെങ്കിലും മക്കൾ പരസ്പരം വിളിച്ചിട്ട് നമ്മുടെ അമ്മ അല്ലെങ്കിൽ അച്ഛൻ ഈ ലോകത്തുനിന്ന് വിട്ടുപിരിയാറായി, അപ്പോൾ ഈ സമയത്തല്ല വാശിയും വൈരാഗ്യമൊക്കെ കാണിക്കേണ്ടത്, ഒന്ന് വന്ന് കണ്ടിട്ട് പോകും എന്ന് പിണങ്ങി നിൽക്കുന്നവരെ പോലും വിളിച്ച് പറയുന്ന ഒരു അനുഭവമാണ് നമുക്കൊക്കെ ഉള്ളത്. അപ്പോൾ ഇത് നേരെ തിരിച്ചിട്ട് അച്ഛൻ്റെ മൃതദേഹം എന്ത് ചെയ്യണം എന്ന കാര്യത്തിൽ പരസ്പര ധാരണയില്ലാതെ അത് വലിയ കോലാഹലത്തിനും ഒച്ചപ്പാടിനും ഒക്കെ ഇടയാക്കുന്നൊരു കാഴ്ച തീർച്ചയായിട്ടും വേദനാജനകമാണ്. ഞാനൊരു പാർട്ടിയിലും അംഗത്വമുള്ള ആളല്ല, എന്നാലും ഒരമ്മ എന്ന നിലയിൽ, അതുപോലെ ഒരു മകളായി ജനിച്ച് അമ്മയെയും അച്ഛനെയും ഒക്കെ സ്നേഹിച്ച് ജീവിച്ചതിൻ്റെ അനുഭവമുള്ളത് കൊണ്ട് ആ സാഹചര്യം ഉണ്ടാക്കുന്ന വേദന എനിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രതികരണം നടത്തുന്നത്. കേരളത്തിൽ തന്നെ നമുക്കറിയാം, മണ്ണിനടിയിൽ പെട്ടുപോയ ബന്ധുമിത്രാദികളുടെ ഒരു അല്പമെങ്കിലും ശരീരഭാഗം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ദിവസങ്ങളായി കാത്തിരിക്കുന്ന ബന്ധുമിത്രാദികൾ. അപ്പോൾ അത് കണ്ടെത്തി അതിനെ വേണ്ട രീതിയിൽ സംസ്കരിച്ചാൽ കിട്ടുന്ന ഒരു ആശ്വാസം എന്ന് പറയുന്നത്, അത് ആ ആത്മബന്ധത്തിൻ്റെ ആഴം അറിയുന്നവർക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ നമ്മളല്ല സൃഷ്ടിക്കുന്നത്. നമുക്കെന്തെങ്കിലും കഴിവോ അല്ലെങ്കിൽ നമ്മൾക്ക് പോസിറ്റീവായാലും നെഗറ്റീവായാലും നമ്മുടെ കഴിവ് ഉണ്ടാകുന്നത് നമ്മൾ ആരിൽ നിന്ന്, ഏത് പാരമ്പര്യത്തിൽ നിന്ന്, ഏത് സംസ്കാരത്തിൽ നിന്ന് ജന്മമെടുത്തു എന്നുള്ളതാണ്. നമ്മളുടെ ശരീരം, ആകൃതി, പ്രകൃതി, സ്വഭാവം, ശീലം, ഇതൊക്കെ നമുക്ക് ലഭിക്കുന്നത് നമ്മളുടെ പൂർവികരിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് അവരുടെ മരണശേഷം ആ ബന്ധം അവസാനിക്കുന്നില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് മഹാഭൂരിപക്ഷം ആളുകളും. ലോകത്തെമ്പാടും അങ്ങനെ തന്നെ. അപ്പോൾ അതുകൊണ്ട് മരിച്ചു പോയതുകൊണ്ട് ഇനി മറന്നു കളയാം, ആ ശരീരം കൊണ്ട് ഇനി ഉപകാരമൊന്നുമില്ല, അതുകൊണ്ട് വിദ്യാർത്ഥികൾ പഠിച്ചോട്ടെ എന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കാൻ എല്ലാവർക്കും കഴിഞ്ഞെന്ന് വരില്ല. ഇനി അങ്ങനെ അതോടെ തീർന്നു, മരിച്ചതോടെ എല്ലാ ബന്ധങ്ങളും തീർന്നു എന്ന് പറയുമ്പോഴും ഓർക്കണം, നമ്മുടെ ജീനിൽ ഇരിക്കുന്ന ശക്തി, നമ്മളുടെ സ്വഭാവങ്ങളും അതുപോലെ ശീലങ്ങളും എല്ലാം നമ്മൾ ആർജിച്ചത് അവരിൽ നിന്നാണ്. അപ്പോൾ അവർ നേടിവെച്ച സമ്പത്തിൻ്റെ ഒരു അംശവും നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ജീവിതമാർഗം തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ മരണത്തോടു കൂടി വിസ്മരിക്കുക, അവരെ കൊണ്ട് ഇനി ഉപകാരമൊന്നും ഇല്ലാത്തത് കൊണ്ട് ആർക്കോ പഠിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കുക എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ സാധിക്കണമെന്നില്ല. ഇനി അങ്ങനെ ചെയ്യുന്നവരും ഉണ്ടാകാം. അത് ഓരോരുത്തർക്കുമുള്ള ഹൃദയബന്ധം തന്നെയാണ് അതിൻ്റെ ഒരു അളവുകോലായിട്ട് ഞാൻ കാണുന്നത്. അപ്പോൾ അങ്ങനെ വിട്ടുകൊടുത്തതിന് ശേഷം മനോനില തെറ്റിയ ചില മക്കളെയും കാണാനിട വന്നിട്ടുണ്ട്. കാരണം ചില പ്രത്യേക സാഹചര്യങ്ങളിൽ രണ്ട് മതവിഭാഗങ്ങളിൽ നിന്ന് വിവാഹം കഴിച്ച് വന്നൊരു സാഹചര്യത്തിൽ ഈ മരണശേഷം അച്ഛൻ്റെ ഭൗതികദേഹം മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കുകയും പിന്നീട് അതിൽ ഒരാൾക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടായി ചികിത്സയ്ക്ക് പോയതൊക്കെ എനിക്കറിയാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു മാനസിക പ്രശ്നം കൂടിയാണ്. ഈ അങ്ങനെ കൊടുക്കുന്ന മൃതദേഹങ്ങൾ അപമാനിക്കപ്പെടുന്നു എന്നുള്ളതിലൊരു വാസ്തവമുണ്ട്. കാരണം പഠിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഒരു പഠനവസ്തു മാത്രമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയുടെ നേട്ടങ്ങളോ അല്ലെങ്കിൽ അവരോടൊരു ഹൃദയബന്ധമോ ഒന്നും അവർക്കില്ല. അവരൊരു സ്റ്റഡി മെറ്റീരിയൽ, ഏതൊരു മെറ്റീരിയലിനോടും കാണിക്കുന്ന അതിനെ പഠിച്ചു കഴിഞ്ഞാൽ അതിനോടൊരു ബഹുമാനം ഉണ്ടായിക്കൊള്ളണം എന്നൊന്നും നിർബന്ധമില്ല. അപ്പോൾ അതൊക്കെ ഉൾക്കൊള്ളാൻ വയ്യാത്ത മനുഷ്യർ ലോകത്ത് ധാരാളമുണ്ട്. മഹാഭൂരിപക്ഷവും അങ്ങനത്തെ ആളുകളാണ്. അപ്പോൾ അവരുടെ ആ മനസ്സിനെ അല്ലെങ്കിൽ മാനസികാവസ്ഥയെ ബഹുമാനിക്കപ്പെടേണ്ടതുണ്ട്. കാരണം മരണശേഷം മൃതദേഹത്തോട് അപമാനം
കാണിക്കരുത് എന്നത് നമ്മുടെ സംസ്കാരം തന്നെയാണ്. അപ്പോൾ ഈ മകൾക്ക് അങ്ങനെയൊക്കെ അവകാശപ്പെടാനും അവളുടെ സങ്കടം പ്രകടിപ്പിക്കാനും തീർച്ചയായിട്ടും അവകാശമുണ്ട്. അതിനെ ആ തരം ബന്ധങ്ങളെ മാനിക്കുന്നവർ ബഹുമാനിക്കുകയാണ് ചെയ്യുക. ആ കുട്ടിക്ക് നീതി ലഭിക്കട്ടെ എന്ന് തന്നെയാണ് എന്നെപ്പോലെയുള്ള മഹാഭൂരിപക്ഷം സ്ത്രീകളുടെയും ആഗ്രഹം എന്ന് കൂടി പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എതിരായിട്ടോ ഒന്നുമുള്ളതല്ല, മനുഷ്യ മനസാക്ഷിയെ വേദനിപ്പിക്കുന്ന ഒരു സാഹചര്യമായതുകൊണ്ടാണ്. വർഷങ്ങൾക്ക് മുമ്പേ നഷ്ടപ്പെട്ട ആളുകൾക്ക് വേണ്ടി പോലും ചില ആളുകൾ അവരുടെ ബന്ധങ്ങളെ, വേരുകളെ തിരഞ്ഞ് നാട്ടിൽ വന്ന് പത്രപരസ്യമൊക്കെ കൊടുത്ത് അലയുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ ഈ മനുഷ്യൻ്റെ ഹൃദയബന്ധങ്ങളെ ഇങ്ങനെ ഒരു രാഷ്ട്രീയ ചിന്തയുടെ ഭാഗമായിട്ട് കാണാവുന്നതല്ല എന്നത് സമൂഹം മനസ്സിലാക്കേണ്ട ഒന്നാണ്. ഇതിപ്പോൾ ഈ അവസരത്തിലൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ട ഒന്നാണ്. 3 മക്കൾ ഉണ്ടെങ്കിൽ 3 മക്കളെയും തുല്യമായിട്ട് തന്നെയാണ് കാണേണ്ടത്. അതിൽ 1-2 പേരുടെ അഭിപ്രായം മാത്രം മാനിച്ചാൽ പോരാ. 3ാമത്തെ ആൾക്കും ഈ കാര്യത്തിൽ അവകാശമുണ്ട്. അച്ഛൻ്റെ പേരുള്ള അവകാശം എല്ലാവർക്കും തുല്യം തന്നെയാണ്. അപ്പോൾ ആ അവകാശത്തെ മാനിക്കുകയും അവരുടെ അഭിപ്രായം കൂടി അറിയുകയും ചെയ്യേണ്ടത് ഈ കാര്യത്തിൽ അനിവാര്യം തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഈ പ്രതികരണം അറിയിക്കുന്നതോടൊപ്പം ആശാ ലോറൻസിന് സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നന്ദി, നമസ്കാരം.